നമസ്തേ. ഇന്ന് കർക്കിടക മാസം 2-ാം തീയതിയാണ്. ഇംഗ്ലീഷ് മാസം 2014 ജൂലൈ 17-ാം തീയതിയാണ്. ഭാഷാ പഠനം 8. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഭാഷാ പഠനം ഇത് രാമായണ മാസം എന്ന പേരിലാണ് ഈ മാസത്തെ അറിയപ്പെടുന്നത്. ആ രാമായണം എന്ന ഗ്രന്ഥത്തിലുള്ള ഏതാനും മഹാവാക്യങ്ങളെ പരിചയപ്പെടുന്നതിലൂടെയാണ് നമ്മൾ ഭാഷാ പഠനം ഇന്ന് നിർവഹിക്കുന്നത്. രാമായണ മാസം എന്നാണ്. രാമായണം എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ ഗ്രന്ഥം ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ അന്തം, ഗ്രാബ് ചെയ്യാവുന്നതിൻ്റെ അവസാനം. ഗ്രാബ് ചെയ്യാവുന്ന, അതായത് ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ അന്തം, അതാണ് ഗ്രന്ഥം എന്ന വാക്കിൻ്റെ വാക്ക്. ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ അന്തം. മുമ്പ് സ്പീച്ചിൽ നമ്മൾ പങ്കിട്ടതാണ്. നമ്മളുടെ അന്നത്തെ ഋഷീശ്വരന്മാരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണ്. അന്നത്തെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ അവരുടെ ആലോചനയിൽ ഉരുത്തിരിഞ്ഞ് വീണ മഹാവാക്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ്. ആർഷ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ, ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് അഥവാ മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു മഹാഗ്രന്ഥമാണ് ഇത് രാമായണം. അന്നത്തെ ഋഷീശ്വരന്മാരുടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അവരുടെ ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ, അല്ലെങ്കിൽ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞ മഹാവാക്യങ്ങളുടെ ശേഖരം ആണ്, ഒരു ട്രഷറാണ് രാമായണം എന്ന മഹാഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ മഹാവാക്യങ്ങൾ, സൂത്രവാക്യങ്ങൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സൂത്രവാക്യങ്ങൾ. ആ സൂത്രവാക്യങ്ങളെ ഓരോന്നിനെയും പരിചയപ്പെടുക എന്ന ലക്ഷ്യമാണ് ജഗദീശ്വരൻ ഇന്ന് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഓരോരുത്തരും ഉന്നത നിലവാരത്തിൽ ഈ ബുദ്ധിയെ വെക്കണം. അതിനുവേണ്ടിയുള്ള ഒരു അനുഷ്ഠാനം ആണ് ഞാനിപ്പോൾ ഓം എന്ന ശബ്ദത്തിലൂടെ നമ്മുടെ ബുദ്ധിയെ അലർട്ട് ചെയ്യുകയാണ്. നമ്മളിൽ ജഗദീശ്വരൻ തന്നിട്ടുള്ള ആ ദീക്ഷണ, അല്ലെങ്കിൽ ആ ബുദ്ധിയെ അതിൻ്റെ ഉന്നത നിലവാരത്തിൽ എത്തിയതിനു ശേഷം
ആണ് നമുക്ക് ഈ അറിവിലേക്ക് കടക്കേണ്ടത്. ഈ അറിവിലേക്ക് നമ്മൾ കടക്കുന്ന എന്ന ഈ പങ്കിടുന്ന ഓരോ നിമിഷവും നമ്മുടെ ബുദ്ധിയെ, ബോധതലത്തെ വളരെ വളരെ പ്യുവറാക്കി, ശാന്തമാക്കി, അല്ലെങ്കിൽ നിഷ്കളങ്കത, നിഷ്കപടത ഒക്കെ മാറ്റി ഏകാഗ്രമായി വെക്കാൻ നമ്മൾ ഓരോരുത്തരും, എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കണം. അത് നമുക്ക് ദൈവികമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിൻ്റെ യഥാർത്ഥ ആ അറിവ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഇവിടെ ജഗതീശ്വരൻ നേരിട്ട് തരുന്ന അറിവുകളാണ് നമ്മൾ ഓരോരുത്തരും പങ്കിടുന്നത്. രാമായണത്തിലെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സൂത്രവാക്യങ്ങളെ ഓരോന്നിനെയും നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. നമുക്ക് സുപരിചിതമാണ് ഈ വാക്കുകളെല്ലാം തന്നെ. പക്ഷേ ഇതെല്ലാം സൂത്രവാക്യങ്ങളാണ്. എന്നുവെച്ചാൽ വിദ്യയാണ്. ഓരോന്നിലും അടക്കം ചെയ്തിരിക്കുന്നത് വിദ്യയാണ്. അയോധ്യ മുൻ സ്പീച്ചിൽ ആദ്യ സ്വരാക്ഷരമായ ആയുടെ ഒരു ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പരാമർശിക്കുകയുണ്ടായി. ആ എന്ന് പറയുന്ന ആദ്യ സ്വരത്തിൻ്റെ ഉപയോഗത്തിലൊന്ന് ഏതൊരു പദത്തിൻ്റെയും മീനിങ്ങിനെ ഓപ്പോസിറ്റാക്കാൻ ഉപയോഗിക്കുന്നത്. തൃപ്തി എന്ന വാക്കിനെ ഓപ്പോസിറ്റാക്കാൻ ചേർത്താൽ മതി. തൃപ്തി, അതൃപ്തി. സ്വസ്ഥത, അസ്വസ്ഥത ചേർത്താൽ സ്വസ്ഥത എന്നത് ഓപ്പോസിറ്റാകും. ഇവിടെ യോദ്ധ്യ എന്നൊരു പദമുണ്ട്. നമ്മുടെ സംസ്കൃതത്തിൽ യോദ്ധാവ്, യോദ്ധ്യ എന്നൊരു വാക്കുണ്ട്. ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാകും അയോധ്യ എന്ന് വെച്ചാൽ യോദ്ധാവ് അല്ലാത്തത്, ശത്രുക്കളില്ലാത്തത് എന്ന് വേണേൽ പറയാം. മനസ്സിൽ ഒരു ശത്രുതയും ഇല്ലാത്ത ഒരവസ്ഥയാണ് യോദ്ധ്യ. നിഷ്കപടത, നിഷ്കളങ്കത, അതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് വെച്ചാൽ അതാണ്. ധാർമ്മിക പരിപാലനത്തിന് വേണ്ടി ജഗതീശ്വരൻ മനുഷ്യനായി അവതരിപ്പിക്കുകയാണ്. അതിൽ ഓരോരുത്തരും അധിപതികളാണ്. അയോധ്യാധിപതിയാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും ഒന്ന് ചേർന്ന്, അല്ലെങ്കിൽ ഒരു യുവാവും യുവതിയും ഒന്ന് ചേരുമ്പോൾ രൂപമെടുക്കുന്ന പുരുഷനെയും സ്ത്രീയെയും പ്രതിനിധീകരിക്കുന്നു മനുഷ്യൻ എന്ന ഒറ്റ വാക്ക്. അയോധ്യ, അതിൽ നമ്മളിൽ വസിക്കുന്ന ഓരോ മനുഷ്യ ശരീരത്തിലും വസിക്കുന്ന ദശരഥ ഭാവമുണ്ട്. ദശരഥൻ വെച്ചാൽ 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും കൂടെ ചേരുന്ന രഥത്വം, അതാണ് മനുഷ്യൻ. ദശരഥത്വം ഉണ്ട് നമ്മൾ ഓരോരുത്തരും കുടികൊള്ളുന്ന മനുഷ്യൻ്റെ ഭൂമിയിൽ. രാമൻ ആയിട്ട് അവതരിച്ച മനുഷ്യൻ. മനുഷ്യനിൽ നമ്മൾ ഓരോരുത്തരെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. രാമൻ പുതിയ വാക്കാണ്. രാമൻ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ്. അത് ഇംഗ്ലീഷ് വാക്കാണ്. രാ മെറ്റീരിയൽ എന്താണ്? പ്രകൃതി സൃഷ്ടിച്ച ഏതവസ്ഥയിൽ ഉള്ളതിനെയും റാ മെറ്റീരിയൽ എന്ന് നമ്മൾ പറയാറുണ്ട്.
കുഴിച്ചെടുത്തിട്ട് നമ്മൾ പറയാറുണ്ട് ഇത് റാ മെറ്റീരിയലാണ് എന്ന്. യഥാർത്ഥത്തിൽ ശരിയായ മെറ്റീരിയൽ എന്നാണ്. അതിൻ്റെ പ്രകൃതി സൃഷ്ടിച്ചത് എപ്രകാരമാണോ, പ്രകൃതി ഓരോന്നിനെയും സൃഷ്ടിച്ച ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്. നമ്മളെ ഓരോരുത്തരെയും ഏതിനെയും സൃഷ്ടിച്ചത് ഓരോ പ്രത്യേക പർപ്പസ് നിർവഹിക്കാൻ വേണ്ടിയാണ്. ഒരു പൂവിലെ, ഒരു പുഷ്പത്തിലെ നിറം, അതിനൊരു പർപ്പസ് സെർവ് ചെയ്യാനുണ്ട്. ഒരു പുഷ്പത്തിന് സുഗന്ധത്തിന് ഉണ്ട് ഒരു പർപ്പസ്. അതിൻ്റെ തേനിന് ഒരു പ്രത്യേക പർപ്പസുണ്ട്. അതിൻ്റെ പൂമ്പൊടിക്ക് ഒരു പ്രത്യേക പർപ്പസ് നിർവഹിക്കാനുണ്ട്. അങ്ങനെ ഏതിനെയും ജഗദീശൻ ക്രിയേറ്റ് ചെയ്തത് ഒരു പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ. മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ധാർമ്മിക പരിപാലനം, ധർമ്മപരിപാലനം. രാമൻ എന്ന് വെച്ചാൽ രാ എന്ന വാക്കിൻ്റെ മീനിങ് ഞാൻ ഏകദേശം സൂചിപ്പിച്ചു. അതായത് ശുദ്ധമായത്. റാ ആ ശബ്ദത്തിൻ്റെ ഇംഗ്ലീഷാണ് രാമൻ. ശരിയായ മൻ, MAN, മൻ, രാമൻ. മൻ എന്ന് വെച്ചാൽ ആത്മാവ് എന്നൊക്കെയാണ്. ഈ നമ്മൾ അടങ്ങിയിരിക്കുന്ന ഈ ശരീരത്തെ മൊത്തത്തിൽ നമുക്ക് വിളിക്കാം മൻ, പുരുഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പുരുഷൻ എന്ന് വെച്ചാൽ ദൈവം എന്നാണ്. രാമൻ ശരിയായ മനസ്സിൻ്റെ ഉടമ. ആരോ അദ്ദേഹം. ക്ഷത്രിയൻ എന്നാണ്. ഓരോ ശരീരത്തിൻ്റെ ഉടമയെയും ക്ഷത്രിയൻ എന്ന വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷൻ ദൈവത്തിൻ്റെ അവതാരം എന്നാണ്. ക്ഷേത്രം, ക്ഷേത്രം എന്നാണ്. മനസ്സിൻ്റെ ക്ഷേത്രം. മനസ്സ് ആഗ്രഹിച്ച പ്രകാരം സിദ്ധിച്ച ഭവിച്ച ഒന്നാണ് അത്രമാത്രം ശരീരം. ക്ഷേത്രം ശരീരം, ക്ഷേത്രം അത്രമാത്രം. ത്രസ്ത്ര ഭാവം, മനസ്സിൻ്റെ ക്ഷേത്രം. ബുദ്ധിമുട്ട്, വളരെ പ്രയാസമുള്ള ഒരു വാക്കാണിത് അത് ഗ്രഹിക്കാൻ. ക്ഷേത്രം, ഇച്ഛിക്കുക, ആഗ്രഹിക്കുക. ക്ഷേത്രം അത്രമാത്രം. മനസ്സായിരുന്നു നമ്മളുടെ ഒരു ചെറിയ, ഇതെല്ലാം ഭവിക്കുന്നതിന് മുമ്പ് ഒരു മനസ്സായിട്ട്, ജീവനായിട്ട്, ഒരു തുടിപ്പായിട്ട്, അല്പം ചൂടായിട്ട്, അഗ്നിയായിട്ട് തുടങ്ങി അതിൽ നിന്ന് രൂപമെടുക്കുകയാണിത്. അതാണ് ക്രിയേഷൻ്റെ മഹത്വം. ഒരു ചൂടിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ വളർന്ന് ആ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം വാക്കുകൾക്ക് വർണ്ണിക്കാനാകാത്ത ഒരു പ്രതിഭാസം ആണ് ഓരോ സൃഷ്ടിക്ക് പിന്നിലും. വാക്കുകൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ആദിമധ്യാന്തമില്ലാത്ത ഒരറിവ്. ക്ഷേത്രം എന്നാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ അക്ഷയത്തിൽ നിന്നാണ്. ആ അക്ഷയത്തിൻ്റെ പുത്രന്മാരാണ്, ആ അമരത്വത്തിൻ്റെ പുത്രന്മാരാണ്. ആര്? മനുഷ്യർ ആ അമരത്വത്തിൻ്റെ പുത്രന്മാരാണ്. ഏത് അമരത്വത്തിൻ്റെ? അമരത്വം, നാശമില്ലാത്ത ഏതോ അത്. ആ ജഗദീശ്വരൻ, ആ ക്രിയേറ്റർ, ആ ഇതിനെല്ലാത്തിനെയും സംരക്ഷിച്ച് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോന്ന, വരുന്ന ആ ജഗദീശ്വരൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉന്നത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ആ അമരത്വത്തിൻ്റെ, ആ അക്ഷയത്തിൻ്റെ പുത്രന്മാരാണ് മനുഷ്യർ. അതാണ് ക്ഷേത്രം. മനുഷ്യൻ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനെ ഓരോരുത്തരെയും വിളിക്കുന്നതാണ് ക്ഷേത്രം.
ക്ഷത്രിയന്മാർ എന്ന് പറയും. ക്ഷത്രിയർ എന്നാണ് ഈ ബ്രഹ്മ ക്ഷേത്രത്തിനെ വിളിക്കുന്നത്, നമ്മുടെ മനുഷ്യ ശരീരത്തിന്. അതിന് രാ മൻ എന്നാണ് നമ്മൾ ആർഷ സംസ്കാരം കൊടുത്തിരിക്കുന്ന വാക്ക്. മൻ ശരിയായ ദൈവത്തിൻ്റെ അവതാരം എന്നാണ്. റാ മൻ, മൻ വെച്ചാൽ ബോധം. അതേ മൻ പരമാത്മാവിൻ്റെ അവതാരം, ഭൂമിയിലെ അവതാരം. അതാണ് ഓരോ മനുഷ്യൻ. റാ മൻ. ആ ശരീരത്തിലെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ മാനുഷ്യ മൂല്യങ്ങളുടെ സത്തേ കണ്ടെത്തലാണ് രാമായണം. മനുഷ്യ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനെ, ഒരു യുവാവിനെ പുരുഷ പദവിയിലേക്ക് എത്തിക്കുന്ന ആ സത്യാന്വേഷണം, ആ സത്തിൻ്റെ അന്വേഷണം ആണ് രാമായണം എന്ന ഗ്രന്ഥത്തിലൂടെ ആർഷ സംസ്കാരം കാട്ടിത്തന്നത്, നമുക്ക് ലോകത്തിന് കാട്ടിത്തന്നത്. മനുഷ്യ ശരീരത്തിനെ അയോധ്യ എന്നാണ്. അയോധ്യ നമ്മളതിൽ കണ്ടെത്തണം. അതിലൂടെ നമ്മൾ രാമനിലേക്കാണ്, മനസ്സിൽ ശരിയായ മനുഷ്യനെ ദർശിക്കണം. രാമൻ. നമുക്ക് ഈ വലിയ ഗ്രന്ഥത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ ആക്കിയതാണ്. പക്ഷെ അതല്ല ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലൂടെ നമ്മൾ അയോധ്യ എന്ന രാമൻ്റെ പിതാവിന്, അയോധ്യയിലെ ദശരഥത്തിന് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് അദ്ദേഹത്തിന് 3 ഗ്രഹനാഥന്മാരുണ്ടായിരുന്നു എന്നാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്. ശരിയല്ല, തെറ്റാണ്. അങ്ങനെ ഒന്നും വ്യാഖ്യാനിച്ചാലൊന്നും തന്നെ, ദുർവ്യാഖ്യാനിച്ചാലൊന്നും തന്നെ നശിപ്പിക്കാവുന്ന ഗ്രന്ഥമല്ല അത്. ദൈവത്തിൻ്റെ അവതാരം, ഭൂമിയിലെ അവതാരമായ രാമൻ്റെ പിതാവിന് 3 ഭാര്യമാരുണ്ടെന്നാണ്. തെറ്റാണതൊക്കെ. കൗസല്യ ഭാവമുണ്ട്. ഒരു ഗ്രഹനാഥയ്ക്ക് കൗസല്യ ഭാവം, കൗശലം എന്ന് വേണമെങ്കിൽ പറയാം. കൗസലയിച്ചത്, കൗശലം, സൂത്രം എന്നൊക്കെ ഭാവമുണ്ട്. അതിൽ സുമിത്രഭാവമുണ്ട്. ഒരു ഗ്രഹനാഥയ്ക്ക് സുമിത്രഭാവം. കൈകേകി അവസരത്തിനൊത്ത് കാര്യം സാധിപ്പിക്കാൻ കഴിവുള്ളവൾ എന്നൊക്കെയാണ് ആ ഗ്രഹനാഥയ്ക്ക്. എല്ലാ ഭാര്യമാരിലും ഗ്രഹനാഥയിലും അടങ്ങിയിരിക്കുന്ന ഈ ഗുണങ്ങളെയാണ് അവിടെ നമ്മളത് കാണുന്നത്. ആ ഗുണങ്ങൾ സ്വന്തം പ്രിയതമയിൽ കാണേണ്ടുന്ന ആ ഗുണങ്ങളെയാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ ഈ രാമായണത്തിലൂടെ നമ്മൾ മറ്റൊരു ഇപ്പം ഒരു ഋഷിയെ പരിചയപ്പെടുന്നു. വസിഷ്ഠൻ. വാസം ഇഷ്ടപ്പെടുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ശരിയായ മാർഗം കാട്ടിത്തരുന്ന ആൾ. നമ്മുടെ ജീവിതത്തിലെ വിവിധ കാര്യങ്ങളെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള സജീവമായ ഒരു കഴിവ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ട്. ശരിയും തെറ്റിനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ദേവഭാവം, ഒരു ദേവശക്തി നമ്മളിൽ ഓരോരുത്തരിലും കാണുന്നു മനുഷ്യ ജീവിതത്തിൽ. അത് ഒരു വാസ്തവമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിസരം, ഗ്രഹവുമായി പെട്ട ജീവിതം, നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആ
ശരിയായ വാസം ഇഷ്ടപ്പെടുന്ന വസിഷ്ഠൻ, വസിഷ്ഠ മഹർഷി, അത് നമ്മളിൽ ഓരോരുത്തരിലും കാണുന്ന ഒരു ഗുണത്തെയാണ്. വിശ്വാമിത്രഭാവം, അതും ഒരു മഹർഷിയാണ്. അതായത് വിശ്വത്തെ മിത്രഭാവത്തിലൂടെ നമ്മൾ കാണുന്നത് എല്ലാത്തിനെയും, ഈ വിശ്വത്തിനെ എല്ലാത്തിനെയും, വിശ്വത്തിലുള്ള സർവചരാചരങ്ങൾ ഞാൻ പറയുന്നില്ല, സർവ്വതിനെയും മിത്രഭാവത്തോടെ കാണണം. കാര്യം അതെല്ലാം പരസ്പര പൂരകമാണ്. ഏത്? ഈ ഭൂമിയിലെ സർവ്വതും പരസ്പര പൂരകമാണ്. ഒന്ന് മറ്റൊന്നിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജഗദീശ്വരൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് പ്രാണവായു, അത് പഞ്ചഭൂതങ്ങളിലൊന്നാണ് വായു. നമ്മളൊരു ഉള്ളിൽ ചുടിയുന്ന അഗ്നി, ചൂട്, അത് പഞ്ചഭൂതങ്ങളിലൊന്നാണ് അഗ്നി. ജലം, അകത്ത് സ്ഥിതി ചെയ്യുന്ന ജലം പഞ്ചഭൂതങ്ങളിലൊന്നാണ്. അത് അങ്ങ് അകലെയും ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലും സ്ഥിതി ചെയ്യും. ആകാശം വിശാലമായത്, ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തുടങ്ങുകയാണ് അനന്തത, ആകാശം. ജലം പറഞ്ഞു കഴിഞ്ഞ്, വായു പറഞ്ഞു കഴിഞ്ഞ്, അഗ്നി പറഞ്ഞു കഴിഞ്ഞ്, ആകാശം പറഞ്ഞു കഴിഞ്ഞ്, ഭൂമി, എല്ലാം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരസ്പര പൂരകമാണ്. അതാണ് സൃഷ്ടികർത്താവിൻ്റെ വൈഭവം. അങ്ങനെ ഈ വിശാലതയെ, വിശ്വത്തെ മിത്രഭാവത്തിലൂടെ കാണുന്ന ഒരു ഋഷി ഈശ്വരൻ, അത് നമ്മളിൽ ഉള്ളിൽ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നു. വിശ്വാമിത്രൻ, ഋഷി ശൃംഗൻ എന്നൊരു വാക്കുണ്ട്. ഋഷി ശൃംഗൻ, ശൃംഗൻ വളരെ 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 വലിയൊരു ഒരു 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 ശക്തി, ഒരു മനസ്സിൻ്റെ ഒരു വേറൊരു തല ആണ് ഋഷി. ശൃംഗാരം. അവിടെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദശരഥന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദേവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ അവസാനം അദ്ദേഹത്തിന് ഉണർത്തുകയാണ്, അങ്ങക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, കുട്ടികളുണ്ടാകും എന്ന് അരുളി ചെയ്യുകയാണ്. അവിടെ ഒരു യാഗം നടക്കുകയാണ്, പുത്ര കാമേഷ്ടി യാഗം. പുത്രനെ ആഗ്രഹിക്കാൻ കാമിക്കുക, പുത്ര കാമേഷ്ടി നടക്കുകയാണ്. പുത്രകാമേഷ്ടി യാഗം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പദങ്ങളാണ്. ഒരു രാജാവ്, ദശരഥ രാജാവ് നന്നായിട്ട് ഭരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ദുഃഖം എന്താണ്? കുട്ടികളില്ലാതിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് വെച്ചാൽ, ഭൂമി എന്ന് വെച്ചാൽ അത്ര ധന്യമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. പക്ഷേ തൃപ്തനല്ല, കാരണം കുട്ടികളില്ല. അങ്ങനെ കുട്ടികളില്ലാതിരുന്ന അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് ജഗദീശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും എന്നാണ്. അങ്ങനെ ഒരു യാഗം നടക്കുകയാണ്. ആ യാഗം ഭരണം പോലല്ല, ഭരണം നിർവഹിക്കുന്ന പോലെയല്ല. അവിടെ വരുന്ന ആ ശൃംഗാരത്തിലൂടെയാണ്. അതാണ് പുത്ര കാമേഷ്ടി യാഗത്തിൻ്റെ പിന്നിലെ ശക്തി. ശൃംഗാരം, ഋഷി ശൃംഗൻ എന്ന് വെച്ചാൽ ശൃംഗഭാവം, ശൃംഗാരഭാവം. അതെല്ലാം മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേക തലത്തെയാണ്. അതും ദൈവീകതയാണ്. ദൈവം ശരീരതലത്തിൽ അതും സജീവമായിട്ടുള്ള ഭാവങ്ങളെയാണ് ആഴ്ച സംസ്കാരം വാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശൃംഗാരം, ഭരണത്തിലൂടെ ഒന്നും തന്നെ ഭരണം നിർവഹിക്കുന്ന ഏത് മാർഗത്തിലൂടെയും കുട്ടികളുണ്ടാകില്ല. നമ്മളത് വളരെ വളരെ ഭവ്യതയോടെ കൂടെ, എന്നാൽ അതീവ ഭക്തിയോടെ
ആ മനുഷ്യൻ്റെ ആ മാനസിക സ്റ്റേജിനെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കണം. സ്വയം ഓരോരുത്തരും ആ ശൃംഗാരവുമായി ബന്ധപ്പെട്ട പുത്ര കാമേഷ്ടി, അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് സ്ഥിതി ചെയ്യുന്ന കാമം അതല്ല പുത്രനെ ആഗ്രഹിക്കുക, എനിക്ക് കുട്ടികൾ ഉണ്ടാകണം, എനിക്ക് പരമ്പര ഉണ്ടാകണം, എനിക്ക് പിൻഗാമി ഉണ്ടാകണം. ഇതിനെയൊക്കെയാണ് പുത്ര കാമേഷ്ടി യാഗം എന്ന വാക്കിലൂടെ. യാഗം എന്ന് വെച്ചാൽ യാഗം പ്രവർത്തനം എന്നാണ്. ഒരു ധാർമ്മികമായ ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിറവേറ്റുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പ്രവർത്തനം. എല്ലാം കർമ്മം അല്ലെങ്കിൽ ധർമ്മം, അതിനുപരിയായിട്ട് പല 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 തലങ്ങളിൽ അതിന് പേരിടണം. ചിലതൊക്കെ അനുഷ്ഠാനം, ചിലതൊക്കെ ആചരിക്കൽ, ചിലതൊക്കെ ആസ്വദിക്കൽ. അതായത് പ്രവർത്തനം എന്നല്ല, ചരണം, ആചരിക്കുക എന്നൊക്കെ വാക്കുകളുണ്ട്. ആചരിക്കുക, അനുഷ്ഠിക്കുക, നിറവേറ്റുക, ആസ്വദിക്കുക, ഇതെല്ലാം മനസ്സിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേരുകളാണ്. ആ മനസ്സിൻ്റെ വേറൊരു തലമാണ് ശൃംഗാരഭാവം. ശൃംഗരിക്കുക, ശൃംഗാരം അത് വളരെ ഭക്തി ദൈവീകമായ ഒന്നാണ്. ശൃംഗാരം അതെല്ലാം ദൈവികമായ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിവുകളാണ്. എല്ലാ പ്രവർത്തനങ്ങളും ദൈവികമായ കഴിവാണ്. നമ്മുടെ ആഗ്രഹം, ഈ പദങ്ങളെല്ലാം തന്നെ സൂത്രവാക്യങ്ങളാണ്. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു അതിൻ്റെ അങ്ങേയറ്റത്തെ അറിവ്. ശൃംഗാരം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തിയ യാഗത്തിന് എൻ്റെ പിന്നിൽ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക ആ ശക്തിയാണ് ഋഷി ശൃംഗൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ അന്നത്തെ ആരെയോ ഒരു സ്വാമി എന്നൊക്കെ പറയുന്ന, ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മന്ത്രം അനുഷ്ഠിക്കുന്ന ഒന്നിനെ അല്ല നമ്മളത് കാണുന്നത്. അതിനകത്ത് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ശൃംഗാര ഋഷി ശൃംഗനെ നമുക്ക് കാണാൻ കഴിയണം. അത് ദൈവികമായ നമ്മളെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ആ യാഗത്തിലൂടെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുന്നു. ഋഷി ഈ യാഗത്തിൽ അഗ്നിദേവൻ അഗ്നിയിൽ നിന്ന് അഗ്നിയിൽ നിന്ന് അഗ്നി ഏതാണ്? ഋഷി ശൃംഗൻ നടത്തിയ ആ യാഗത്തിലൂടെ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ഉയരുകയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ പ്രസാദം വിതരണം ചെയ്യുകയാണ്. ഇതാ പ്രസാദങ്ങൾ മനോഹരമായി ഓരോരുത്തരും അവരുടെ മനസ്സിൽ സ്വയം ദർശിക്കേണ്ടുന്ന, മറ്റൊരാളിൻ്റെ വാക്കിൽ നിന്ന് വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പാടില്ലാത്ത ആ ഋഷി ശൃംഗ നടത്തിയ ആ യാഗത്തിൻ്റെ ഒടുവിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവാൻ. പ്രത്യക്ഷപ്പെട്ട് പ്രസാദ വിതരണം നടത്തുകയാണ്. 3 പേർക്ക് ആയിട്ട് ആ പ്രസാദം വിതരണം ചെയ്യുകയാണ്. അവിടെ 3 പേരല്ല, ഒരാൾക്ക്, ആ വ്യത്യസ്ത ഭാവങ്ങൾക്ക് ആ പ്രസാദം വിതരണം ചെയ്യുകയാണ്. അതൊക്കെ നമ്മൾ സ്വയം ആലോചിച്ച് കണ്ടെത്തി ഭഗവാന്റെ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. സ്വയം മനസ്സിലാക്കുക. അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിലും
സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് രാമൻ. എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നു രാമൻ. ആ രാമനിലൂടെയാണ് നമ്മൾ ഓരോ അറിവ് സമ്പാദിക്കുന്നത്. ആ അറിവ് സമ്പാദിക്കുന്ന അതിനുള്ള ആ ജിജ്ഞാസ, ആ ലക്ഷ്മൻ, രാമൻ ലക്ഷ്യം, ആ ലക്ഷ്മൻ അതും നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നുണ്ട്. ലക്ഷ്യം, ലക്ഷ്മി, ലക്ഷ്മയി, ലക്ഷ്മയി എന്ന് പറയുന്ന ഒരു ദേവത. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി ദേവി നമ്മളിൽ വസിക്കുന്നു എന്നാണ്. ലക്ഷ്യം അതെല്ലാവരിലും വസിക്കുകയാണ്. ലക്ഷ്മി, ലക്ഷ്യം, ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ കാരണമാകുന്നത് സരസഭാവം. സരസവും അരസവും. സരസഭാവം, സരസ്വതി, സരസ്വഭാവം, സരസ്വം, സരസ്വം ദി. അത് വിദ്യാദേവത എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യ, വിദ്യ, വിദ്യ നമ്മളിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വഭാവം, സരസ്വതി ദേവി, ഒരു ദേവദേവിയായിട്ടാണ് നമ്മുടെ ആ അറിവിൻ്റെ ദേവത എന്നറിയപ്പെടുന്ന ഒരു ദേവത നമ്മളിലുള്ളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. അതിനെയാണ് സരസ്വതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദേവതയാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ജഗതീശ്വരൻ്റെ മറ്റൊരു രൂപം അത് നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. നമ്മൾ സരസ്വതിയെ ദേവഭാവത്തെ കാണുന്നത് നമ്മളിൽ സ്ഥിതി ചെയ്യുന്ന തെറ്റും ശരിയും തിരിച്ചറിയാൻ കെൽപ്പുള്ള ആ മാനസിക തലം, മനസ്സിൻ്റെ ഒരു തലമാണത്. തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ദേവഭാവമാണ്, ദേവീ ഭാവമാണ് സരസ്വ. സരസം, രസം എന്ന് വെച്ചാൽ രസം, സരസം എന്ന് വെച്ചാൽ ശരിയായ രസം, അരസികത്വവും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിവ് തരുന്നത് ആ ദേവി, നമ്മളിലുള്ളിൽ കുടികൊള്ളുന്ന ആ ദേവിയുടെ പ്രപഞ്ചത്തിലെ ആ ദേവി ആണ് നമ്മളിൽ ഉള്ളിൽ കുടികൊള്ളുന്നത്. ആ ദേവി, ആ സരസ്വതി ദേവി, അതാണ് നമ്മളിൽ ഉള്ളിൽ ഇതിനെ ഏത് ലക്ഷ്യത്തിന് മുമ്പിൽ ആ ലക്ഷ്മൻ അത് നമ്മളിൽ ഉള്ളിൽ കുടികളെയാണ്. ലക്ഷ്യം പ്രാപ്തി, ഒരു അന്വേഷണത്തിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ദേവഭാവത്തിനെയാണ് ലക്ഷ്മൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ രാമനോടൊപ്പം അദ്ദേഹം ഉണ്ടാകും, ആ ദേവനും ഉണ്ടാകും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു ദേവനെ കാണുന്നത്. ശ്രീരാമൻ്റെ സഹോദരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലക്ഷ്യം അദ്ദേഹമാണ് എപ്പോഴും നമ്മളെ നയിക്കുന്നത്. ജീവിതത്തിലെ ആ ലക്ഷ്യങ്ങൾ പ്രാപ്തിക്ക് വേണ്ടിയാണ്. ഏത് ലക്ഷ്യപ്രാപ്തി? നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആർജിക്കേണ്ടുന്ന സത്യം അല്ലെങ്കിൽ സമ്പത്ത് എന്താണ് യഥാർത്ഥ ദൈവത്തെ അല്ലെങ്കിൽ സെൽഫിനെ. നോട്ട് യുവർ സെൽഫ് ഓർ മൈ സെൽഫ്, ബട്ട് നമ്മളിൽ പ്രവർത്തിപ്പിക്കുന്ന ഇതിന് പിന്നിലുള്ള ആ സെൽഫ്, ശരിയായ സെൽഫിനെ തിരിച്ചറിയുക. നമ്മളിൽ ഉള്ളിൽ കുടികൊള്ളുന്ന യഥാർത്ഥ ദേവനെ അന്വേഷിക്കുക, സത്യത്തെ അന്വേഷിക്കുക. സിത്തയല്ല, സത് അതാണ്, അതിനെയാണ് അന്വേഷിക്കുന്നത് നമ്മൾ രാമായണത്തിലൂടെ. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ആ സത്യത്തിൻ്റെ അന്വേഷണത്തിനെയാണ്. യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്തുക, ആ ശരിയായ സത്യത്തെ
സീതായെ കാണുക. ആ ദേവനെ, ആ ദേവിയെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ഉള്ളിൽ കൂടുന്ന യഥാർത്ഥ നമ്മളുടെ പ്രകൃതിയെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് രാമായണത്തിലൂടെ. ഒരു വനവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക സമയത്ത് കൊച്ചു കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ വിശ്വാമിത്രൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങളോടൊപ്പം ഒരു പ്രത്യേക ഞാൻ നടത്തുന്ന ഒരു യാഗം, അത് മുടക്കാനായിട്ട് രാക്ഷസ ശക്തികൾ ശ്രമിക്കുകയും ഞാൻ നടത്തുന്ന യാഗം അവർ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ രാമനെ അന്വേഷിച്ച് രാമനെ കൊണ്ടുപോകാനായിട്ട് ദശരഥ രാജാവിൻ്റെ അടുത്ത് വിശ്വാമിത്രൻ അവതരിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അതിലൂടെ നമ്മൾ കാണേണ്ടത് ആ യാത്ര എന്ന് പറയുന്നത് ഇതിൽ കണ്ടെത്തുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ മനുഷ്യ മനസ്സ് സാക്ഷിയാകേണ്ടുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങളുടെ അനാവരണമാണ് ഈ രാമായണത്തിലൂടെ നമ്മൾ കടക്കുന്നത്. നമ്മളിലുള്ള അനവധി ദുർസ്വഭാവങ്ങളെ നമ്മൾ അറിയിക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. മനുഷ്യ മനസ്സിലെ വീക്ക്നെസ്, രാക്ഷസീയ ഭാവങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുകയാണിത്. രാവണൻ എന്ന് വെച്ച് പറഞ്ഞാൽ രാക്ഷസ ഭാവമാണ്. രാക്ഷസഭാവം, ആ വാക്ക് വലിയൊരു വാക്കാണ്. നമ്മളത് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. നമ്മളിലുള്ള രാക്ഷസീയ ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെയാണ് ഈ രാവണൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. രാവണഭാവം. രാവണന് എല്ലാം നേടിയ ഒരാളാണ്. രാവണന് മറ്റു ദേവന്മാർക്ക് കൊടുക്കാത്ത വിമാനം വരെ അദ്ദേഹത്തിന് നൽകി. ആര്? ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ ആയിട്ടാണ് രാവണൻ. അതും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക ഒരു തലമാണ്. അദ്ദേഹം ശരിയായ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം എല്ലാ യാഗങ്ങളും നടത്തി എല്ലാ തത്വങ്ങളുടെയും ഗ്രഹിച്ച ആൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുഷ്പക വിമാനം കൊടുത്തത്? പുഷ്പക വിമാനം കൊടുത്തു? രാവണന് കൊടുത്തു? ബ്രഹ്മാത്മാവ് കൊടുത്തു എന്നാണ് ചരിത്രം. അപ്പം രാക്ഷസനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. അതല്ല, രാക്ഷസഭാവം എന്നാൽ നമ്മളിൽ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ഭാവത്തിനെയാണ് രാവണനിലൂടെ അവിടെ തിരിഞ്ഞു വരുന്നത്. രാവണൻ ദൈവത്തെ കാണണം. അദ്ദേഹത്തിന് രാമസന്നിധിയിലെത്തണം. രാമനെ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് എത്തിച്ച് തന്നിലെ ആ ഗുരുത്വമില്ലായ്മ രാവണനിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാം നേടിയ ആളാണ്. ലോകത്ത് പുഷ്പവിമാനം ഉൾപ്പെടെ ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് നമ്മൾ രാവണനെ യഥാർത്ഥത്തിൽ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു രാക്ഷസനായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ശരിയായ ദൈവത്തിനെ
ആഗ്രഹിക്കുന്നവൻ എന്നാണ്. അത് നമ്മളിൽ കൂടിയുള്ള ഒരു, അതായത് ഈ രാവണനിലൂടെ തെളിഞ്ഞു വരുന്നത് ഗുരുത്വമില്ലായ്മയാണ്. അദ്ദേഹത്തിന് രാജ്യം എല്ലാം നേടിയ ആളാണ്, പക്ഷേ ഗുരുത്വം ഇല്ലായ്മ അത് നമ്മളിൽ കൂടിയുള്ള സ്ഥിതിയാണ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു എങ്ങോ കിടക്കുന്ന ഒരു സ്വഭാവമാണ്, ദുസ്വഭാവമാണ് ഗുരുത്വം ഇല്ലായ്മ. എന്ത് നേടിയാലും നമുക്ക് ഗുരുത്വം ഇല്ല എങ്കിൽ ആ ഒരു നേട്ടത്തിനും കൊണ്ട് പ്രയോജനമില്ലാതെ വരും. അപ്പം അവിടെ രാമൻ സീതയെ ആഗ്രഹിക്കുന്നത് തന്നെ ശരിക്കും സത്യാന്വേഷണമാണ് അവിടെ നടക്കുന്നത്. ഒരു സത്യത്തിൻ്റെ അന്വേഷണം. അവിടെ ഒരു വേറൊരു ഈ യാത്രക്കിടയിൽ നമ്മുടെ മനസ്സ് ശ്രീരാമൻ കണ്ടെത്തുന്ന മറ്റൊരു ഒരു സഹായി ആണ് പുതിയൊരു ഹനുമാൻ. അതൊരു പുതിയ ശക്തി നമ്മുടെ മനസ്സിലേക്ക് കൂടിച്ചേരുകയാണ്. ലക്ഷ്മണനോടൊപ്പം തന്നെ ഹനുമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മളുടെ ഈ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഹനുമാൻ ഇംഗ്ലീഷ് പദത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മനുഷ്യൻ എന്ന് വേണേൽ പറയാം. അത് മനസ്സിൻ്റെ ഒരുപാട് അനുഭവം മനസ്സിനെ സഹായിക്കാൻ എത്തിച്ചേരുന്ന ദിവ്യമായിട്ടുള്ള ശക്തികളെയാണ്. ആ ശക്തി വായുവിൻ്റെ പുത്രനായിട്ടാണ് ഹനുമാനെ അവതരിപ്പിക്കുന്നത്. അത് വായുവിൽ നിന്ന് ജനിച്ചതാ. വായുവിൽ നിന്ന് ജനിക്കുന്ന ശക്തി അത് നമ്മളിലേക്ക്, രാമനിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടി? അന്വേഷണത്തിന് വേണ്ടി, സീതയെ അന്വേഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സത്യത്തെ അന്വേഷിക്കാൻ വേണ്ടി. എന്താണ് താൻ? എന്തിനു വേണ്ടിയാണ് താൻ ഇവിടെ ജനിച്ചത്? ആരാണ് താൻ? എന്താണ് പ്രകൃതി? ഒരിക്കൽ അകന്നു പോകുന്നു. ആര് കാരണമായിട്ട്? ലക്ഷ്മണനെ കാവലിൽ നിർത്തി ആണ്, ലക്ഷ്മണൻ്റെ പ്രൊട്ടക്ഷനിലാണ് സത്യം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിലുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സത്യത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളിലുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ സത്യം എന്ന് പറയുന്ന ആ എക്സ്ട്രീം വിസ്ഡം, പ്രകൃതി, ആ പ്രകൃതി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. യഥാർത്ഥ മനുഷ്യനായി തീരുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യൻ കടന്നു പോകുന്ന വിവിധ തലങ്ങളെയാണ് രാമായണത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ രാമായണം എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നമ്മളെയാണ്. യഥാർത്ഥ ദൈവീകമായ അവതാരമായ മനുഷ്യനെയും ആ മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവിനെയുമാണ് നമ്മൾ അടുത്ത് അറിയേണ്ടത്. അവിടെ ഈ രാമായണത്തിലൂടെ തന്നെ പല അനീതിയെ ഇല്ലാതാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു അനീതിയെ ഇല്ലാതാക്കുന്ന ചിത്രം അത് രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ പ്രത്യക്ഷപ്പെടുകയാണ്. ആരോടൊപ്പം സഞ്ചരിക്കുന്ന വേളയിൽ ശ്രീരാമൻ സീതയുമായിട്ട് സഹധർമ്മിണി എന്ന് വിശേഷിപ്പിക്കുന്ന ആ വലിയ ശക്തിയോടൊന്നിച്ച് ലക്ഷ്മണൻ്റെ പ്രൊട്ടക്ഷനോടെ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ശൂർപ്പണഖ, രാവണൻ്റെ സഹോദരി,
നല്ല വേഷമൊക്കെ ധരിച്ച് വിവാഹ അഭ്യർത്ഥനയായി വരികയാണ്. ആരെ? ശ്രീരാമന്. സഹധർമ്മിണി കൂടെ ഉള്ള സമയത്ത് ആ പുരുഷനെ ഇഷ്ടപ്പെടുകയും തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതാരാണ്? അങ്ങനെ ഒരു ഭാവമുണ്ട്, അവതാരമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്ത ഒരു സ്ത്രീ ഭാവത്തെ അവിടെ അവതരിപ്പിക്കുകയാണ്. ശ്രീരാമൻ പറയുന്നു, ഞാൻ വിവാഹിതനാണ്, സഹോദരൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് പറഞ്ഞു വിടുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഈ രാമായണത്തിൽ. യഥാർത്ഥത്തിൽ ടാമ്പേഡ് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായതിനു ശേഷം ഇരിക്കുന്ന ഗ്രന്ഥമാണ്. പല മൂലഗ്രന്ഥങ്ങളും അത് അതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഇതിനിടയ്ക്ക് ഇരിക്കാൻ പാടില്ല. അതായത് അദ്ദേഹം അവതാര പുരുഷനായിട്ടല്ല കൃഷ്ണനെ കണ്ടത്. ഒരു യുദ്ധം നയിച്ച നമ്മളെപ്പോലുള്ള, അല്ലെങ്കിൽ ഒരു യുദ്ധം നയിച്ച ഒരു മനുഷ്യനായിട്ടല്ല, അവതാര പുരുഷനായിട്ടല്ല. അല്ല, പുരാണത്തിൽ ഒരു ചരിത്ര പുരുഷനായിട്ടല്ല അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ ആ ഗ്രന്ഥം ഒരു സാഹിത്യ ഗ്രന്ഥമാണ്. എന്നുവെച്ചാൽ ഒരേ ഒരു സാഹിത്യ ഗ്രന്ഥം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗാന്ധി സാഹിത്യ സംഗ്രഹം, ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏത്? പുരാണ ഗ്രന്ഥങ്ങളിലെ മൂലഗ്രന്ഥങ്ങളിൽ പലതും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് മഹാത്മാവ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇത് അഭിപ്രായ പ്രകാരം ചരിത്ര പുരുഷനല്ല. ആര്? ശ്രീകൃഷ്ണൻ ചരിത്ര പുരുഷനായിട്ടല്ല. അതുപോലെ തന്നെ രാമനും അതൊരു ചരിത്ര പുരുഷൻ്റെ അതല്ല. നമ്മുടെ ഇന്നത്തെ ഗ്രന്ഥത്തിൽ യുദ്ധത്തെയും മറ്റാളുകളെയൊക്കെ കൊല്ലുന്ന ഒരു അവതാരമായിട്ടാണ് അതിനകത്ത് രാമനെ നമ്മൾ ഇന്നത്തെ ഈ രാമായണത്തിൽ ചിത്രീകരിക്കുന്നത്. ശരിക്കും അതല്ല. അതിനുപരിയായിട്ട് നമ്മളുടെ വിവിധ തലങ്ങളെ, ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ച, മാനസികവും ശാരീരികമായി വളർച്ച പ്രാപിക്കുന്ന ഒരു മനുഷ്യനെയാണ് യഥാർത്ഥ രാമായണം അവതരിപ്പിക്കുന്നത്. നമ്മുടെ വൈകല്യങ്ങൾ, നമ്മുടെ ബാലിശ്യങ്ങൾ, ബാലിശം എന്ന് പറയുന്ന കഥാപാത്രത്തെ ആണ് ആദ്യം ഇല്ലാതാക്കുന്നത്. ബാല്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ എതിരാളി. ഏതാണ്? ബാലിശം. ആദ്യത്തെ ഇല്ലാതാക്കുന്നത് മനുഷ്യൻ്റെ വളർച്ചയാണ്. മനുഷ്യൻ്റെ ഓരോ തലത്തെയാണ് നമ്മളതിനകത്ത് പ്രതിനിധീകരിക്കുന്നത്. ആദ്യം നമ്മളുടെ ഈ ബാല്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. അവിടെ ആ ബാല്യത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെ ബാല്യത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ബാലി നിഗ്രഹം. ബാലിശത്തെ നിഗ്രഹിക്കുകയാണ്. അപ്പോൾ കൂടെ ചേരുന്നത് ആരാണ്? സുഗ്രീവഭാവം. അത് നന്നായിട്ട് ഗ്രഹിക്കുന്ന ഒരു ബോധ തലത്തെയാണ് ബാല്യത്തെ ഇല്ലാതാക്കുന്നതോടെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കിടക്കുകയാണ്. അവിടെ കൂടെ ചേരുന്ന അതിനെയാണ് സുഗ്രീവഭാവൻ. സുഗ്രീവൻ ആണ് ആ അടുത്ത ഒരു കഥാപാത്രം. അത് വെച്ചാൽ ഒരു വെളിപാടാണ്, വെളിച്ചമാണ് ബാലിശം. നമുക്ക് നമ്മുടെ ജീവിതത്തെ പല ഘട്ടങ്ങളായിട്ട് ആർഷ സംസ്കാരം മാറ്റിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ശയിക്കുകയും ശവാവസ്ഥ എന്നുവെച്ചാൽ നിശ്ചലാവസ്ഥ, ശൈശവം നമുക്കറിയാം, മറ്റൊന്നും ചെയ്തില്ല. ശയിക്കുക,
കിടക്കുക, ശയിക്കുക, ശവാവസ്ഥയിൽ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുക. ചില ഉറക്കം കിടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആദ്യത്തെ അവസ്ഥയാണ് ശൈശവാവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് ബാല്യം എന്ന് വിളിക്കുന്ന ബാലൻ ബാലിക എന്ന് വിളിക്കുന്ന ഒരു പ്രായം നമുക്കുണ്ടായിരുന്നു. അതിനെയാണ് ബാല്യം എന്ന് പറയുന്നത്. ബാലൻ ബാലിക എന്നൊക്കെയാണ് അന്ന് നമ്മളെ സംബോധന ചെയ്യുന്നത്. ബാലന്മാർ, കാര്യം ബാലിശ്യം, അതെല്ലാം ബാലിശ്യം. ഇങ്ങോട്ട് വരെ വിളിച്ചാൽ അങ്ങോട്ട് പോകും. അതാണ് ബാല്യം. നമ്മൾ പിന്നിട്ട തലമാണ്. ആ ബാല്യത്തിൻ്റെ അടുത്ത സ്റ്റേജാണ് കുമാരൻ എന്ന് വിളിക്കുന്ന കൗമാരം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക മാനസിക തലമാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആ ബാല്യം, കൗമാരപ്രായക്കാരുടെ നമുക്കത് ഊഹിക്കാവുന്നതാണ്. അതും നമ്മൾ ഇട്ട പേരാണ്. അത് യുവതി യുവാവ് എന്ന് വിളിക്കുന്ന യൗവനഭാവം. യുവതി യുവാവ്. ഈ യുവതി യുവാവ് കഴിയുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷനിലേക്ക് മാറുന്നത്. രണ്ടുപേരും ഒന്നിക്കുന്ന സമയത്താണ് ഒരു പുരുഷൻ, മിസ്സിൻ്റെ സ്റ്റാർ, ശ്രീമാൻ ഇന്നാരായി മാറുന്നത്, മനുഷ്യനായി മാറുന്നത്. ആ മനുഷ്യൻ അത് ഈ മനുഷ്യൻ എന്ന തലത്തിലേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ കഥാപാത്രങ്ങൾക്ക് പിന്നിലുള്ള ശക്തിയെയാണ്. ബാല്യത്തെ നമ്മൾ നശിപ്പിക്കണം. അത് സുഗ്രീവൻ്റെ നന്നായിട്ട് വിവരം ആർജിക്കുന്ന ഒരാളിൻ്റെ സഹോദരൻ തന്നെയാണ്. ആര്? ബാലിശ്യം. ആ ബാലിശ്യത്തെ ഇല്ലാതാക്കുന്നത് സുഗ്രീവൻ്റെ സഹായത്തോടെയാണ്. അവിടെയും യഥാർത്ഥത്തിൽ നമ്മളിൽ മറന്നിരിക്കുന്ന സുഗ്രീവഭാവം, ശരിയായിട്ട് വകതിരിവ് വരുന്ന അതിനെയാണ് സുഗ്രീവ. നന്നായിട്ട് ഗ്രഹിക്കുക, വകതിരിവ്, അതാണ് ആ ശക്തി. അത് നമ്മളിൽ ഉള്ളിൽ ഓരോ മനുഷ്യരുടെയും യഥാർത്ഥ അവതാരമായ ദൈവത്തിൻ്റെ അവതാരമായ മനുഷ്യൻ്റെ മറ്റൊരു തലമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു വന്ന ഒരു നിഗ്രഹത്തെ ബാലിയെ നിഗ്രഹിക്കുന്നു, പിന്നെ ശൂർപ്പണഖയെ ഇല്ലാതാക്കുന്നു. ശൂർപ്പണഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു ദുർബലതയാണ്. ഒരു പുരുഷനെ കാണുകയും അയാളെ പെട്ടെന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് സഹധർമ്മിണി ഉണ്ടായിട്ട് കൂടി. അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു ദൗർബല്യത്തെയാണ് ശൂർപ്പണഖയിലൂടെ നമുക്ക് ചിത്രീകരിക്കുന്നത്. അവിടെ ശിക്ഷിക്കുകയാണ് ആര്? ലക്ഷ്മൺ. നമ്മളിലുള്ള അദ്ദേഹത്തിൽ, നമ്മൾ ഓരോരുത്തരിലുമുള്ള ആ ലക്ഷ്മണ ഭാവം ഈ ദുസ്വഭാവത്തെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഛേദിക്കുകയാണ്. ആ ഛേദനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദുസ്വഭാവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മാനസിക ഭാവത്തെ ആണ് ശൂർപ്പണഖ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാടില്ലായിരുന്നു ഒരു പുരുഷന് ഗ്രഹനാഥയോടൊപ്പം അല്ലെങ്കിൽ ഗൃഹലക്ഷ്മിയോടൊപ്പം അല്ലെങ്കിൽ സഹധർമ്മിണിയോടൊപ്പം നിൽക്കുന്ന ഒരാളിനെ ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചത് മഹാതെറ്റാണ്. അങ്ങനെയുള്ള മാനസിക അവസ്ഥ എല്ലാ മനുഷ്യനിലും കുടികൊള്ളുന്ന ഒന്നാണ്. ആ കുടികൊള്ളുന്ന ആ ദുസ്വഭാവത്തെ നമ്മളിലേക്ക് മാറ്റുകയാണ്. അതാണ് ശൂർപ്പണഖയുടെ ഹരണം. അതിൻ്റെ ആ പ്രധാന മൂക്കും മാരടവും ഒക്കെ ഛേദിക്കുന്നതിന് പിന്നിൽ ഉള്ള പ്രവർത്തനത്തിൻ്റെ പിന്നിൽ മറന്നിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ, ഈ രാമായണത്തിൽ മറ്റൊരു ഘട്ടത്തിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട്. പരശുരാമൻ വഴി തടഞ്ഞിട്ട് സീതയുമായിട്ട് തൻ്റെ ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വന്തം സ്ഥലത്തേക്ക് ഇങ്ങനെ ആഘോഷത്തോടെ ഉത്സാഹത്തീർമോടെ സന്തോഷത്തോടെ കടന്നു വരുന്ന സമയത്ത്
പ്രകൃതിക്ക് പ്രത്യേക മാറ്റം ഉണ്ടാകുകയും ഇരുള് വ്യാപിക്കുകയും കാട്ടുമൃഗങ്ങൾ ചുറ്റി നടക്കുകയും വല്ലാത്ത ഒരു പ്രകൃതിയാകെ ഇളകിമറിയുന്ന ഒരു ദുർനിമിത്തം അവിടെ വർണ്ണിക്കുകയും അവിടെ ആ അവസരത്തിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം ഏതിലുണ്ട്? രാമായണത്തിൽ. പരശു രാമനാണ്, അവിടെ രാമനാണ്. അതൊരു അവതാരം ആയിട്ടാണ്, അതും നമ്മുടെ ഒരു അവതാരമാണ്. പരശു മറ്റാളുകളുടെ പരശു എല്ലാവർക്കും ഭവിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേവഭാവമാണത്. അദ്ദേഹം ബ്രഹ്മ അസ്ത്രം, ബ്രഹ്മ വിദ്യ, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് ആ ബ്രഹ്മ അസ്ത്രം ആണ് നമുക്ക് നഷ്ടമായത്. ആ ബ്രഹ്മാസ്ത്രം കൂടെ നമ്മൾ കൈക്കലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ മനുഷ്യനിലാകാൻ പറ്റും. ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ ശരിയായ വിദ്യ, ശരിയായ അറിവ്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ശരിയായ അറിവിനെ തിരിച്ചറിയാനുള്ള മാനസിക സ്റ്റേജിനെയാണ് ബ്രഹ്മാസ്ത്ര കൈമാറുക എന്ന ആ പ്രവർത്തനത്തിലൂടെ രാമായണം നമുക്ക് കാട്ടിത്തരുന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടത്തേക്ക് ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ അങ്ങയെ യുദ്ധത്തിൽ വിളിക്കാനോ അങ്ങയുമായിട്ട് പൊരുതാനോ അല്ല ഞാൻ വന്നിട്ടുള്ളത് എന്ന് പരശുരാമൻ രാമനെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് പറയുന്ന ഒരു രംഗം നമ്മൾ മഹാഭാരതത്തിലൂടെ നമ്മൾ കാണുന്നു, രാമായണത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. അവിടെയാണ് ബ്രഹ്മാസ്ത്രം, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടത്തേക്ക് തരാനായിട്ട് ആണ് ബ്രഹ്മാസ്ത്രം ഏറ്റവും വലിയ ആയുധം. ബ്രഹ്മാസ്ത്ര പ്രയോഗം എന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രം എന്താണെന്നും ബ്രഹ്മാസ്ത്ര പ്രയോഗമൊക്കെ പുരാണത്തിലും നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഇതിഹാസങ്ങളിലുമൊക്കെ വളരെ ഇൻഡെപ്തായിട്ട് വായിക്കുന്ന ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രം കൈവരിക്കാൻ കഴിയുന്ന ജഗദീശ്വരൻ തരുന്ന ഒരു വെപ്പണാണ്, ഒരു ആയുധമാണ് ബ്രഹ്മാസ്ത്ര അല്ലെങ്കിൽ ബ്രഹ്മശാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ. എല്ലാ മനുഷ്യൻ്റെയും എല്ലാവിധ പുരോഗതിക്കും ഉതകുന്ന ആ അസ്ത്രമാണ് ജഗദീശ്വരൻ ബ്രഹ്മം പരശുരാമനിലൂടെ മനുഷ്യനിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ആ അസ്ത്രം നമ്മളിൽ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ബ്രഹ്മാസ്ത്രം കൈമാറിയ പരശുരാമൻ പലതവണ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതോട് സൂചിപ്പിച്ച് ഇതങ്ങ് നിർത്തുകയാണ്. പരശുരാമനാണ് യഥാർത്ഥത്തിൽ ശരിയായ വിദ്യ മനുഷ്യന് 20-ൽ പരം ബ്രഹ്മജ്ഞാനം നൽകി ബ്രഹ്മജ്ഞാനികളല്ലാത്ത ക്ഷത്രിയരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. അങ്ങനൊരു കഥയും ഒക്കെ ഇത്തരം ഇതിഹാസങ്ങളിലൂടെ അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ എക്സ്ട്രീം വിസ്ഡത്തിലൂടെ ഈ അടങ്ങുന്ന ഗ്രന്ഥത്തിൻ്റെ ഇപ്പോഴത്തെ പതിപ്പിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ തത്വശാസ്ത്രങ്ങളെല്ലാം അടങ്ങിയതാണ് ഇന്നത്തെയും ഈ രാമായണം. ഇതെല്ലാം സൂത്രവാക്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ സൂത്രവാക്യങ്ങൾ. ആ സൂത്രവാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന രാമായണത്തിലെ ആ ട്രഷർ കണ്ടെത്തിയിട്ട് ശരിയായ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അവതാരമാണെന്നും ധാർമ്മിക പരിപാലനത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് എന്നും അതിന് നാശമില്ലാത്തതാണെന്നും ഉള്ള തിരിച്ചറിവാണ് നമുക്ക് യഥാർത്ഥ രാമായണ മാസം ആയ ഈ മാസത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ ആ ടാർഗറ്റായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. അത് ജഗദീശ്വരൻ
എൻ്റെ ശക്തി വൈഭവമാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. ഏത്? ആ ധർമ്മ പരിപാലനം. ആ ശരിയായ മനുഷ്യനെ കണ്ടെത്താൻ സഹായിക്കുന്ന രാമായണ ഗ്രന്ഥം പലതവണ വായിക്കുമ്പോൾ നമുക്ക് പല 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 അറിവുകളും ജഗദീശ്വരൻ നമുക്ക്